സാറിനെ കാണാൻ വരുന്നവരങ്ങ് ബെഡ്റൂമിനകത്താണ് കയറുന്നത്, ഇറങ്ങിക്കോളെ വെളിയിൽ. അങ്ങനെ അതിട്ട് പുള്ളിയുടെ വീട്ടിൽ ഇരുന്നപ്പം ഒരു പെറ്റിക്കോട്ട് മാത്രം ഇടുന്നു, കുട്ടികളെ പെറ്റിക്കോട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ എബിരാസറില്ലേ ബാ ബാ അവൻ ഞാൻ അങ്ങനെ വരാന്ത കയറിയുമ്പോൾ കൊച്ച് അകത്തോട്ട് കയറിയിട്ട് വാ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഇതൊരു ഫാമിലി നല്ല കൊള്ളാമല്ലോ. അകത്ത് വന്നിട്ട് ഒരു കർട്ടൻ ബെഡ്റൂമാണ്, അതിന് മാറിയിട്ടിട്ട് അപ്പാ എന്ന് വിളിക്കുന്നു. പുള്ളി നോക്കിയിട്ട് ഹു ആർ യു, വാട്ട് യു വാണ്ട്? ഞാൻ സാറിനെ കാണാൻ വരുന്നവരങ്ങ് ബെഡ്റൂമിനകത്താണ് കയറുന്നത്, ഇറങ്ങിക്കോളെ വെളിയിൽ. ഞാൻ പതൊക്കെ വെളിയിറങ്ങി, അത് ഭയങ്കര മോശമായിപ്പോയി. തിരിച്ച് പോകുന്നത് ഈ ആൽബമായിട്ട് പുറത്തിറങ്ങുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ എബിരാസിൻ്റെ വൈഫിൻ്റെ ബ്രദർ രാജൻ, അദ്ദേഹത്തിനെ ഞാൻ വഴിയിലൊക്കെ വെച്ച് കാണാം. അദ്ദേഹം എന്ത് പറ്റി വല്ലാതിരിക്കുന്നു മോഹം. ഞാൻ ഇങ്ങനെയാണ് സംഭവം, കത്ത് കൊടുക്കാൻ വന്നതാണ് സാറിങ്ങനെ അമ്മയിപ്പാവൻ പറയുന്നത്. ഒരു മിനിറ്റ് നിൽക്കുന്നുണ്ട്, അവൻ അകത്ത് നിന്ന് കത്ത് കൊടുത്തു. ഉടനെ പുള്ളി ഇറങ്ങി വന്നു. ASS സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരു തുല്യനാണ്, ദൈവമാണ്. അദ്ദേഹം ഒരു ലെറ്റർ നിങ്ങൾ തന്നിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് മോശമാകാൻ വഴിയില്ല. സോറി കേട്ടോ, എനിക്കത് മോള് വിവരമെല്ലാം ചെയ്താണില്ല. എന്തായാലും നല്ല സമയത്ത് തോന്നി. ഞാൻ ഇവിടെ ഒരു ശ്രീമന്തപുത്രൻ എന്നൊരു പടം തുടങ്ങുന്നുണ്ട് ഈ മാസം, സേലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ എന്തായാലും ഒരു ചെറിയ വേഷമുണ്ട്, വിശ്വസിക്കുന്നു. അത് കൺഫേമായി. അങ്ങനെയാണ് ശ്രീമന്തപുത്രന് പോകുന്നത്. ശ്രീമന്തപുത്രനെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ നസീർ സാറിനെ കാണുന്നത്. അപ്പോൾ ആരോ എബിരാസ പരിചയപ്പെടുന്നത്, ഇത് സുധീർ കുമാർ നമ്മുടെ ASS സ്വാമി പരിചയപ്പെടണം. നസീർ സാർ എണീറ്റ് ഷേക്കൻഡ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു